ഹായ് മക്കളെ, ഈ JEE 2025 ഫേസ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ചാപ്റ്റർ ആണ് കോർഡിനേഷൻ കെമിസ്ട്രി. 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് വന്നത്. അതായത് ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻ ഓരോരോ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അതായത് 8 to 12 മാർക്ക് വരെ എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വെയിറ്റേജ് ആണ് ആക്ച്വലി. ഓക്കെ, അതുകൊണ്ട് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന ടോപ്പിക്കിൽ നോക്കണം. ആ ഒരു 20 ക്വസ്റ്റ്യനിൽ ഏകദേശം 7 to 8 ക്വസ്റ്റ്യനോളം വന്നൊരു ഭാഗമാണ് CFT, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പം ഈ CFT എന്നുള്ള ടോപ്പിക് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. കാരണം കൂടുതൽ അതായത് ഈ ഇനി വരാൻ പോകുന്ന ഏപ്രിലിന് വരാൻ പോകുന്ന എക്സാമിനും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് എന്ത് CFT. ദേ വരൂന്നല്ല, പക്ഷെ ഇത് നിങ്ങൾ നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമുക്ക് പറയാനുള്ളത് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങും അതേപോലെ ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിംഗും ആണ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ്. അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് 2 ടൈപ്പ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാം അല്ലെ. അതായത് ഈ ഒരു ഗ്യാപ്പ് അതായത് ഈ ഒരു സെറ്റ് ഓഫ് ഓർബിറ്റിന് നമ്മൾ എന്താ വിളിക്കുക മക്കളെ? അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല, ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. അതായത് എന്താ T2G അല്ലെ, ഈ സെറ്റിന് T2G എന്ന് വിളിക്കും. ഇതിനെന്താ നമ്മൾ വിളിക്കുക? EG സെറ്റ് എന്ന് വിളിക്കും. ഇതിനെന്താ വിളിക്കുക? T2G സെറ്റ് എന്നും ഇതിനെന്താ വിളിക്കുക? EG സെറ്റ് എന്നും വിളിക്കും. ഈ T2G സെറ്റും EGയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലല്ലേ? ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വളരെ കൂടുതലാണ്. ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വളരെ കുറവാ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും കോംപ്ലക്സ് തരും. ഫോർ എക്സാമ്പിൾ കൊബാൾട്ടിന്റെ കോംപ്ലക്സ് തരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ കോൺഫിഗറേഷൻ, ഫോർ എക്സാമ്പിൾ 3D5 ആണ്, 3D5, 3D3 ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതൊരു മെറ്റലെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരാളുടെ കോൺഫിഗറേഷൻ എനിക്ക് കിട്ടിയത് 3D1 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കും, എഴുതാൻ പറയണം. അപ്പൊ T2Gയിലും EGയിലും എത്ര ഇലക്ട്രോൺ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ 3D1 അല്ല, ആകെ ഒരു ഇലക്ട്രോണിലേ ഉള്ളൂ. അപ്പൊ അത് T2G ആയിരിക്കും. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ എന്താ? T2G1 EG0. ഇനിയിപ്പോ D2 ആണെങ്കിലോ T2G2 EG0. D3 ആണെങ്കിലോ T2Gയിൽ 3 അല്ലേ, T2G3 EG0. D4 ആകുമ്പം കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പം 4ാമത്തെ ആള് മുകളിലോട്ട് പോണോ, അല്ലെങ്കിൽ 4ാമത്തെ ആള് ഇവിടെ തന്നെ പെയർ ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചാ പോരെ മക്കളെ, ഇവിടെ 3 കൊള്ളിച്ചു, 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് പോകാൻ ഇത്രയും എനർജി വേണ്ടേ? കാരണം ഇയാളുടെ എനർജി ഗ്യാപ്പ് അത്രയും കൂടുതലല്ലേ. അപ്പൊ CFSE ഗ്യാപ്പ് വളരെ കൂടുതലായതുകൊണ്ട് 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് പെട്ടെന്ന് ചാടി പോവാനൊന്നും പറ്റൂല. അപ്പൊ 4ാമത്തെ ആള് താഴെ തന്നെ എന്ത് ചെയ്യും, നിൽക്കും. അതുകൊണ്ട് D4 ആവുമ്പം 1 2 3 4ാമത്തെ ആൾ ഇവിടെ പെയറിങ് നടക്കും. അതുകൊണ്ട് ആ സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് പെയറിങ് നടക്കും എന്ന് പറയുന്ന സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് കേസിൽ ഈ ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. T2G EGയും തമ്മിലുള്ള CFSE സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് വളരെ കൂടുതലായതുകൊണ്ട് 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റൂല. 4ാമത്തെ ആള് താഴെ തന്നെ പെയർ ചെയ്യും. അപ്പൊ D4 ആവുമ്പം 1 2 3 4 ഇവിടെ ഉണ്ടാവും. T2G4 EG0. D5 ആണെങ്കിലോ 1 2 3 4 5. അപ്പൊ T2G5 EG0. D6 ആണെങ്കിലോ 1 2 3 4 5 6. T2G6 EG0. D7 ആണെങ്കിലോ 1 2 3 4 5 6. ഇനി വേറെ ഓപ്ഷൻ ഇല്ല, 7ാമത്തെ ആൾക്ക് വേറെ മാർഗമല്ല, മുകളിലോട്ട് കയറി പോവേണ്ടി വരും. അപ്പൊ T2G6 EG1. D8 ആണെങ്കിലോ T2G6 EG2. D9 ആണെങ്കിലോ ഇവിടെ 6 കൊള്ളിച്ചു. പിന്നെ ഇത് D7 D8 D9 ഇവിടെ തന്നെ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. T2G6 EG3. D10 ആണെങ്കിലോ T2G6 EG4. ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്ത്. ഇനിയിപ്പോ വീക്ക് ഫീൽഡ് ലിഗൻഡ് ഒക്കെ ആകുമ്പോ ഗ്യാപ്പ് വളരെ കുറവല്ലേ? ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ D1 ഇതൊക്കെ, ഇവർക്കും D1 ഓക്കെയാ. അപ്പൊ D1 സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും സെയിമാ. D2 ആണെങ്കിലും അങ്ങനെ തന്നെ, D3 ആണെങ്കിലും അങ്ങനെ തന്നെ സെയിമാ രണ്ടാക്കും. D4 ആകുമ്പം വീക്ക് ഫീൽഡ് ലിഗൻഡ് കേസിൽ എനർജി ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് 4ാമത്തെ ആൾക്ക് കൂളായിട്ട് മുകളിലോട്ട് ചാടി പോകാം. അപ്പൊ T2G3 EG1 ആ. ഇതിന്റെ 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റൂല. അപ്പൊ ഇത് T2G4 EG0 യാ. അപ്പൊ D1 D2 D3 ഇവർക്കൊക്കെ സെയിമാ. D4 D5 D6 D7 ഈ 2 ആൾക്കുള്ള കോൺഫിഗറേഷൻ ഡിഫറെന്റ് ആയിരിക്കും. D8 D9 D10 ഇതിന്റെ സെയിമാ. നോക്കിക്കോ, D8 നോക്കാം. 1 2 3 4 5 6 7 8. ഇതാണ് D8. ഇതിന്റെ നോക്കിക്കേ, 1 2 3 4 5 6 7 8. T2G6 EG2.
T2G6 EG2. അപ്പൊ D8ഉം D9ഉം D10ഉം D1ഉം D2ഉം D3ഉം രണ്ടാക്കും കോമൺ സെയിം തന്നെ ആയിരിക്കും. D4 D5 D6 D7 ആയിരിക്കും രണ്ടാക്കും ഡിഫറെന്റ് ആയിട്ട് വരിക. അപ്പൊ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റണം, നിർബന്ധമായിട്ടും പറ്റണം. ഓക്കെ, അത് പറ്റിയല്ലോ, ഓക്കെ ആണല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കിക്കേ, മാഗ്നറ്റിക് മൊമെന്റ്. ആദ്യം നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ? എന്താ? √n*n+2 അല്ലേ? ഉറപ്പല്ലേ? √n*n+2 ആണ് എന്ത് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്താ? 3.95. അതായത് √n*n+2 3.95. n 3 ആയിരിക്കും കേട്ടോ. അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇവിടെ 3 ആണെങ്കിൽ √3 × 3+2 ചെയ്താലാണെങ്കിൽ ഏകദേശം 3.9 കിട്ടുക. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് 3.9 സംതിങ് മീൻസ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ എന്താണ്? 3 ആണ്. അപ്പൊ അൺപെയ്ഡ് ഇലക്ട്രോൺ 3 ഉള്ള ഓപ്ഷൻ എന്ത് ചെയ്താൽ മതി? അൺപെയ്ഡ് ഇലക്ട്രോൺ 3 വരുന്ന കോൺഫിഗറേഷനുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മതി. ഇത് ആരാ നോക്കിക്കേ, ഒരു കാര്യം നോക്കണം, കൊബാൾട്ട് 2 ആ. എടാ കൊബാൾട്ട് 2 എന്ന് പറയുമ്പം കൊബാൾട്ടിന്റെ എന്താ? 3d7 ഫോറസ്റ്റോ. അപ്പൊ കൊബാൾട്ട് 2+ എന്ന് പറയുമ്പം 3d7 അല്ലേ? കൊബാൾട്ട് 3d7 ഫോറസ്റ്റോ, 2 ഇലക്ട്രോൺ പോയ 3d7 അല്ലേ? അത് നോക്കിക്കേടാ, ഇത് 3d7 ആണോ? ഇതാകെ 3 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇത് തെറ്റാ. പിന്നെ ഇത് ഒക്ടാഹെഡ്രലല്ലേ? ഒക്ടാലിന്റെ കോൺഫിഗറേഷൻ എന്താ? T2G ആദ്യം, പിന്നെയാണ് EG. ഇവിടെ ആദ്യം E അല്ലേ എഴുതി വെച്ച്, ഇത് ടെട്രാഹെഡ്രൽ, അതുകൊണ്ട് ഇതും പറ്റില്ല. അപ്പൊ ഇത് രണ്ടും പറ്റും. നോക്കിക്കേ, ഇതും D7 ഇതും D7. അപ്പൊ നമുക്ക് നോക്കണം എന്ത്? 3 അൺപെയ്ഡ് ഇലക്ട്രോൺ വരണം. T2G6 EG1 എന്ന് വെച്ചാൽ എന്താടാ? T2G6 EG1 എന്ന് വെച്ചാൽ എന്താ? 1 2 3 4 5 6 EG1ൽ 1. എടാ ഇതെല്ലാം പെയ്ഡാ, ഒറ്റൊരു അൺപെയ്ഡേ ഉള്ളൂ. പക്ഷെ ഇത് നോക്കിക്കേ, T2G5 EG2 നോക്കിക്കേ. T2G5 എന്ന് വെച്ചാൽ എന്താ? ഇവിടെ 5 എണ്ണം, EG എത്ര എണ്ണം? 2 എണ്ണം. ഇവിടെ അത്ര അൺപെയ്ഡ് ഉണ്ട്. ഇത് അൺപെയ്ഡാ, 3 അൺപെയ്ഡ്. അപ്പൊ ആൻസർ ഏതാ വരിക? ഇതാണ് വരിക, ഓപ്ഷൻ സി വരും. അപ്പൊ ഇത് നിങ്ങൾക്ക് കോൺഫിഗറേഷനും കാര്യങ്ങൾക്ക് ഒരു ഐഡിയ വേണം, എന്നാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓപ്ഷൻ സി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്ത് നോക്കാം, ദ കണ്ടീഷൻ ആൻഡ് കോൺസിക്വൻസ് ദാറ്റ് ഫേവേഴ്സ് T2G3 EG1. മക്കൾ ഇത് വീക്ക് ആണോ സ്ട്രോങ് ആണോ? എടാ ശരിക്കും 4 ഇലക്ട്രോൺ ഉള്ളത്. 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ ആ ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ ആ ഗ്യാപ്പ് കൂടുതലാന്ന് പഠിക്കും. അപ്പൊ 4 ഇലക്ട്രോൺ അല്ലേ? അപ്പൊ 1 2 3 നാലാമത്തെ ആൾ ഇവിടെ നിൽക്കുക, T2G4 ആ വരിക. പക്ഷെ T2G3 EG1 കിട്ടാൻ കാരണം അത് വീക്ക് ഫീൽഡ് ലിഗൻഡ് ആയതുകൊണ്ടല്ലേ? ആണ്, വീക്ക് ഫീൽഡ് ലിഗൻഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് വീക്ക് ഫീൽഡ് ലിഗൻഡ് ആണ്. പെയറിങ് നടന്നിട്ടില്ലല്ലോ. പെയറിങ് നടന്നിട്ടില്ലെങ്കിൽ ഹൈ സ്പിൻ. ഇവിടെ പെയറിങ് ഇത് പ്ലസ് ഹാഫ്, പെയറിങ് നടന്നാൽ മൈനസ് ഹാഫ്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി 0 ആയി പോയി. പെയറിങ് നടന്നിട്ടില്ലെങ്കിലോ ഇത് പ്ലസ് ഹാഫ്, ഇത് പ്ലസ് ഹാഫ്, ഇത് പ്ലസ് ഹാഫ്, എല്ലാം കൂട്ടിയാൽ നമുക്ക് വാല്യൂ കൂടുക ചെയ്യാം. അപ്പം പെയറിങ് നടന്നിട്ടുണ്ടെങ്കിൽ ലോ സ്പിൻ, പെയറിങ് നടന്നിട്ടില്ലെങ്കിൽ ഹൈ സ്പിൻ. ഇവിടെ T2G3 EG1, T2Gയിൽ 3 എണ്ണം, EG3 ഇലക്ട്രോൺ മുകളിലോട്ടാ. അപ്പൊ പെയറിങ് നടന്നിട്ടില്ല, അതുകൊണ്ട് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. അപ്പൊ വീക്ക് ഫീൽഡ് ലിഗൻഡ് ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ഓപ്ഷൻ എ മാർക്ക് ചെയ്യാം. ഇതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, 2025 phase 1 ചോദിച്ച ചോദ്യമാണ്. മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി അതാ വീണ്ടും മാഗ്നറ്റിക് മൊമെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നോക്കിക്കേ. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഇയാളുടെയും ഓക്സിഡേഷൻ നമ്പറാണ്. അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ Fe 3+ ആണ്. രണ്ടാമത്തെ കേസിൽ Fe എന്താ? 2+ ആണ്. Fe 3+ എന്ന് പറയുമ്പം 3d5 ആണ്. Fe 2+ എന്ന് പറയുമ്പം 3d6 ആണ്. പിന്നെ പഠിക്കേണ്ടത് ഈ OH വീക്ക് ഫീൽഡ് ലിഗൻഡ്. അത് നിങ്ങൾക്ക് അറിയാം, സ്പെക്ട്രോ കെമിക്കൽ സീരീസ് വെച്ചിട്ട് ഇതും ഈ CFSC ആ CFTന്റെ ഭാഗം തന്നെയാണ്. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയാൽ മനസ്സിലാകും ഇയാള് വീക്ക് ഫീൽഡ് ലിഗൻഡാ. വീക്ക് ഫീൽഡ് ലിഗൻഡ് പൊതുവെ എന്ത് ചെയ്യൂല? പെയറിങ് നടത്തൂല. പെയറിങ് നടത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെ വരിക? T2Gയിൽ 3 ഇലക്ട്രോണും EGയിൽ 2 ഇലക്ട്രോണും അല്ലേ? ഇത് 3d6 ആണെങ്കിലോ പെയറിങ് നടത്തിയിട്ടില്ലെങ്കിൽ 1 2 3, EGയിൽ 1 2, അപ്പൊ D5 ആയി അല്ലെ? ഇവിടെ 1 2 3 4 5 ആയി, 6 ഇലക്ട്രോൺ ഇല്ലേ? അപ്പൊ 6ാമത്തെ ആൾ ഇനി താഴോട്ട് വരും, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്? 5. ഇവിടെയോ 1 2 3 4 അൺപെയ്ഡാ. അപ്പൊ ഇവിടെ 5 അൺപെയ്ഡും ഇവിടെ 4 അൺപെയ്ഡും. അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺ 5 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് √5 × 5+2 ചെയ്ത് നോക്കിയാൽ 5.92 സംതിങ് ആ കിട്ടുക. മാഗ്നറ്റിക് അൺപെയ്ഡ് ഇലക്ട്രോൺ 4 ആണെങ്കിൽ √4 × 4+2 ചെയ്ത് നോക്കിയാൽ 4.9 സംതിങ് ആ കിട്ടുക. അപ്പൊ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ,
അപ്പൊ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. അടുത്ത CFTയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് കളർ. അപ്പൊ കളർ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ചോദ്യം എങ്ങനെ വരികയെന്ന് അറിയോ? ഒരു 4-5 കോംപ്ലക്സ് തന്നിട്ട് അയാൾ അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ ഓർഡർ, അല്ലെങ്കിൽ എനർജിയുടെ ഓർഡർ, അല്ലെങ്കിൽ വേവ് നമ്പറിന്റെ ഓർഡർ, ഏത് ചോദ്യം തന്നാലും സെയിം ടൈപ്പ് തന്നെയല്ലേ? കാരണം എന്താ? എനർജി ഈക്വൽ ടു H ന്യൂ ഈക്വൽ ടു HC ന്യൂ ബാർ. അതായത് എനർജിയും ഫ്രീക്വൻസിയും വേവ് നമ്പറും ഡയറക്ട്ലി പ്രൊപ്പോർഷനലാണ്. എനർജി കൂടിയവർക്ക് തന്നെയാണ് ഫ്രീക്വൻസി കൂടുതൽ, അവർക്ക് തന്നെയാണ് വേവ് നമ്പറും കൂടുതൽ. പിന്നെ വേവ് ലെങ്ത് ചോദിക്കുകയാണെങ്കിലോ ഈ മൂന്നാളുമായിട്ടും വേവ് ലെങ്ത് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. അപ്പൊ ആ ഇക്വേഷൻ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലുള്ള ഇക്വേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിയണം. EC ഈക്വൽ ടു H ന്യൂസ് ഈക്വൽ ടു HC ന്യൂ ബാർ ഈക്വൽ ടു HC ബൈ ലാംഡ എന്നുള്ള ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം. അതായത് എനർജി ചോദിച്ചാലും ഫ്രീക്വൻസി ചോദിച്ചാലും വേവ് നമ്പറിന്റെ ഓർഡർ ചോദിച്ചാലും ഒരേ ചോദ്യം. വേവ് ലെങ്ത്തിന്റെ ഓർഡർ ചോദിക്കുകയാണെങ്കിൽ നേരെ തിരിക്കുക, കൺസെപ്റ്റ് ഒക്കെ തിരിക്കുക. നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത് ഞാൻ ചുമ്മാ എടുത്ത നമ്പേഴ്സ് ആട്ടോ, കറക്റ്റ് നമ്പേഴ്സ് ഒന്നുമില്ല, ചുമ്മാ ഒരു നമ്പർ എടുത്തതാണ്. ഇത് കുറവും ഇത് കൂടുതലാന്ന് നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ. അപ്പൊ അത്ര മതി. നോക്കിക്കോ, 3 കോംപ്ലക്സ് ഉണ്ട്. 3ന്റെയും മെറ്റൽ സെയിം ആണ്, ഓക്സിഡേഷൻ നമ്പറും സെയിം ആണ്. എല്ലാത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 3+ ആ കിട്ടുക. ലിഗൻഡ് മാറ്റുണ്ട് അല്ലെ. ഇതിൽ ഏറ്റവും സ്ട്രോങ് ലിഗൻഡ് ആരാ? അതും വീണ്ടും സ്പെക്ട്രോ കെമിക്കൽ സീരീസിലോട്ട് പോവുക. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആരാ? EN. പിന്നെ ആരാ? അമോണിയ. പിന്നെയാണ് വാട്ടർ വരിക. ഓക്കെ, അപ്പൊ ഏറ്റവും സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ഇവിടെ EN. സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് എന്ന് പറയുമ്പോൾ പൊതുവെ പെയറിംഗ് നടക്കുന്ന ലിഗൻഡാ. പെയറിംഗ് നടക്കാനുള്ള കാരണം എന്താ? പെയറിംഗ് നടക്കാനുള്ള കാരണം എന്താ? ആ ഒരു എനർജി T2Gയും EGയും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലായതുകൊണ്ടാണ്. ഉറപ്പല്ലേ? ഒരാൾ കളർ കാണിക്കാനുള്ള കാരണം എന്താ മക്കളെ? ഒരു കോംപ്ലക്സ് കളർ കാണിക്കാനുള്ള കാരണം എന്താ? ഒരു കോംപ്ലക്സ് കളർ കാണിക്കാനുള്ള കാരണം പറ. കാരണം എന്താന്ന് വെച്ചാൽ ആലോചിച്ചിരുന്നോ? ഇവിടെ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിച്ചു, ഇങ്ങോട്ട് ലൈറ്റ് വന്നു. ആ ലൈറ്റ് നോക്കിക്കേ, ഇവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എമൗണ്ട് ഓഫ് എനർജി വേണം. ആ ഒരു എമൗണ്ട് ഓഫ് എനർജി കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ് ആണെങ്കിൽ ആ ലൈറ്റിന്റെ എനർജി ഇവിടുത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്താൽ ഇലക്ട്രോൺ എനർജി കിട്ടിയാൽ ഇലക്ട്രോൺ മുകളിലോട്ട് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. ഈ മുകളിൽ നിൽക്കുന്ന ഇലക്ട്രോൺ തിരിച്ച് താഴോട്ട് വരും. കാരണം ഇത് ഹയർ എനർജി ലെവലിൽ ഇലക്ട്രോൺ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും ലോവർ എനർജി സ്റ്റേറ്റിൽ നിൽക്കാനേ താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് മുകളിലോട്ട് പോയ ഈ ഇലക്ട്രോൺ താഴോട്ട് തന്നെ തിരിച്ചു വരും. താഴോട്ട് തിരിച്ചു വരുമ്പോൾ അയാൾ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും, റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അത് നമുക്ക് നമ്മളെ വിസിബിൾ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളറായിട്ട്, അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഒരാൾ കളർ കാണിക്കുന്നത്. അപ്പം ആലോചിച്ച് നോക്കിക്കോ, ഇയാൾ സ്ട്രോങ് ഫീൽഡ് ലിഗൻഡാ. സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് എന്ന് പറയുമ്പം ഈ T2Gയും EGയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് താഴെ നിൽക്കുന്ന ഇലക്ട്രോണിന് മുകളിലോട്ട് ചാടണമെന്നുണ്ടെങ്കിൽ ഹൈ എനർജിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹൈ വേവ് നമ്പറുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ലോ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ. അപ്പൊ അതാണ് അതിന്റെ കൺസെപ്റ്റ്. അതിൽ ഏറ്റവും സ്ട്രോങ് ഇയാളായതുകൊണ്ട് ഇയാളായിരിക്കണം ഏറ്റവും, കാരണം ഇയാളുടെ എനർജി ഗ്യാപ്പ് കൂടുതൽ. അപ്പൊ T2G നിൽക്കുന്ന ഇലക്ട്രോൺ EGയിലോട്ട് എക്സൈറ്റ് ചെയ്ത് തിരിച്ച് താഴോട്ട് വരുമ്പോൾ ആ കളർ കാണിക്കുക. അതുകൊണ്ട് താഴെയുള്ള ആൾ മുകളിലോട്ട് ചാടണം എന്നുണ്ടെങ്കിൽ ഹൈ എനർജി അബ്സോർബ് ചെയ്യണം, ഹൈ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യണം. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. പിന്നെ ഇതിൽ സ്ട്രോങ് ആരാ? ഇത് കഴിഞ്ഞാൽ പിന്നെ NH3. അപ്പൊ 700 കഴിഞ്ഞിട്ടുള്ളത് ഹൈ ഫ്രീക്വൻസി 600. പിന്നെ ഇയാൾ ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പം ഫ്രീക്വൻസി ആയിരിക്കും, എനർജി ആയിരിക്കും. അതേപോലെ തന്നെ അല്ലേ, രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അല്ലെങ്കിൽ വേവ് നമ്പർ ആയിരിക്കും, അതും ഒരേപോലെ. വേവ് ലെങ്ത് ആണെങ്കിലോ നേരെ തിരിയും. ഇതിപ്പോ വേവ് ലെങ്ത് ആണെന്ന് വിചാരിക്കും ഈ വാല്യൂ. അപ്പം ഇവിടെ ഹൈ എനർജിയിലെ ലൈറ്റ് വേണം, അതായത് ലോ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് വേണം. അതുകൊണ്ട് ഇയാൾ ഇങ്ങോട്ടായിരിക്കും മാച്ച് ചെയ്യേണ്ടി വരിക. അപ്പൊ ആ കൺസെപ്റ്റ് മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് വെച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. നോക്കിക്കേ, ചോദ്യം എന്താ ഇപ്രാവശ്യം വന്നത്? NCERTയിലുള്ള കൺസെപ്റ്റ്. ഇത് NCERT സെന്റൻസ് ആയിട്ട് കൊടുത്തത്. അതായത് when ethane 1,2-diamine is added progressively to aqueous solution of nickel 2 chloride aqueous solution of nickel 2 chloride നിക്കലിന്റെ കൂടെ ലിഗൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് വാട്ടർ H2O. ആ H2O മാറ്റി ആര് വരുന്നുണ്ടെന്ന് അവർ പറയുന്നത്? ഈൻ, അതായത് എത്തീൻ 1,2-diamine വരുന്നുണ്ടെന്ന. അപ്പൊ H2O സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് ആണ് എന്ത്? ഈത്തൈൻ 1,2-diamine. അപ്പം H2O മാറ്റി EN അങ്ങനെ വരുന്ന സമയത്തുള്ള അയാളുടെ കളർ ചേഞ്ച് ആണ് ചോദ്യം. മക്കളെ H2O സ്ട്രോങ് അല്ലേ EN? അപ്പൊ H2O പോയി EN അങ്ങനെ വരുമ്പം ആ T2G EG തമ്മിലുള്ള ഗ്യാപ്പ് കൂടി അങ്ങനെ വരൂലേ?
അപ്പൊ ഗ്യാപ്പ് കൂടിക്കൂടി വരുമ്പം ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോൺ മുകളിലോട്ട് എക്സൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹൈ എനർജിയിലെ ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ. അതുകൊണ്ട് അയാൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടിക്കൂടി വരില്ല ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക, പതുക്കെ പതുക്കെ ഗ്രീനിന്റെ ഫ്രീക്വൻസി കുറവാ, പിന്നെ പെയിൽ ബ്ലൂ, പിന്നെ ബ്ലൂ. ഏറ്റവും ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ആരാ? വയലറ്റ് അല്ലേ? വിജിയോറിൽ വയലറ്റ് അല്ലേ? അപ്പൊ ഗ്രീന്ന് പതുക്കെ പെയിൽ ബ്ലൂ ആവും, പെയിൽ ബ്ലൂ പതുക്കെ ബ്ലൂ ആവും, അവസാനം ഇയാള് വയലറ്റ് ആയിട്ട് മാറും. അപ്പൊ ലിഗന്റെ സ്ട്രെങ്ത് കൂടുമ്പം CFSE ഗ്യാപ്പ് കൂടിക്കൂടി വരും. ഗ്യാപ്പ് കൂടിക്കൂടി വരുമ്പം അയാൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ എനർജിയും ഫ്രീക്വൻസിയും വേവ് നമ്പറൊക്കെ കൂടിക്കൂടി വരും. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ സി ആ വരും. NCERT കൊടുത്തത് അത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമുക്ക് ആ CFT എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞാൽ ഈ ക്വസ്റ്റിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി പഠിക്കേണ്ട കാര്യം ടെട്രാഹെഡ്രലിന്റെ കേസാണ്. ടെട്രാന്റെ കേസിൽ എന്താന്ന് വെച്ചാൽ ഇവിടെ T2G MEG ഉണ്ടാവില്ല കേട്ടോ. G എന്തിനാണെന്നറിയോ? സെന്റർ ഓഫ് സിമെട്രി ഉള്ള ജോമെട്രിക്കാണ് G കൊടുക്കുക, ഗറൈഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഒക്ടാഹെഡ്രലിന്റെ കേസിൽ ഇതാണ് ഒക്ടാഹെഡ്രലിന്റെ ഷേപ്പ് സ്ട്രക്ചർ, നിങ്ങൾക്ക് അറിയാം. കറക്റ്റ് സെന്റർ ഇവിടെ ഉണ്ട് അല്ലെ. കാരണം ഇങ്ങോട്ട് ഒരാളുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഒരാളുണ്ട്, മുകളിലോട്ട് ഒരാളുണ്ടെങ്കിൽ അതിന് താഴോട്ട് ഒരാളുണ്ട്, ഇങ്ങോട്ട് ഒരാളുണ്ടെങ്കിൽ അതിന് നേരെ ഡയഗണലിന് ഓപ്പോസിറ്റ് ഒരാളുണ്ട്. പക്ഷെ ടെട്രാഹെഡ്രലിന്റെ കേസിൽ ഇതല്ലടാ എന്റെ ഷേപ്പ്. ഇങ്ങോട്ട് ഒരാളുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഒരാളുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് ഒരാളുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഒരാളുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇയാൾക്ക് ഒരു സെന്റർ ഇല്ല, സെന്റർ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സെന്റർ ഓഫ് സിമെട്രി ഇല്ലാത്തത് കൊണ്ട് G കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെ എന്തുകൊണ്ട് T2G മുകളിലും താഴെയും EG മുകളിലും ഒക്ടാഹെഡ്രൽ വന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു 20-25 മിനിറ്റ് വീഡിയോ. അതുകൊണ്ട് നമ്മൾ കുറെ കൺസെപ്റ്റ്, കുറെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ടെട്രാഹെഡ്രലിന്റെ കേസിൽ ഇതാണ് ഇതിന്റെ സ്പ്ലിറ്റിംഗ്. ഇതായ മുകളിൽ T2. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി പഠിക്കേണ്ട കാര്യം എന്താ, ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഒക്ടാഹെഡ്രലിന്റെ ഗ്യാപ്പ് എത്രയാണോ അതിനെ വിളിക്കുന്ന പേര് ഡെൽറ്റ O. ആ ഡെൽറ്റ Oയുടെ 4/9 ടെട്രാഹെഡ്രൽ ഉണ്ടാവുള്ളൂ. അതായത് ഒക്ടാഹെഡ്രലിന്റെ കേസിൽ T2G MEG നമ്മൾ ഗ്യാപ്പ് ഇത്രയാണെങ്കിൽ അത് ഈ ഒരു ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് ഡെൽറ്റ O. ആ ഡെൽറ്റ Oന്റെ 4/9 ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അതായത് ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് ഡെൽറ്റ T. ടെട്രാഹെഡ്രൽ ആയതുകൊണ്ട് ഡെൽറ്റ T. ഡെൽറ്റ T എത്ര ഉണ്ടാവുള്ളൂ? ഡെൽറ്റ Oന്റെ 4/9 ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ പൊതുവെ പെയറിങ് നടക്കുമല്ലേ? പെട്ടെന്ന് ആലോചിച്ച് പറ, പെയറിങ് നടക്കുമല്ലേ? പെയറിങ് പൊതുവെ നടക്കൂല. കാരണം എന്താ, ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങിന്റെ ഗ്യാപ്പിന്റെ 4/9 ടെട്രാഹെഡ്രൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഗ്യാപ്പ് വളരെ കുറവാന്നതിന്റെ അർത്ഥം. അതായത് 1 to മൂന്നാമത്തെ ആൾക്ക് കൂളായിട്ട് മുകളിലോട്ട് കയറി പോകാൻ പറ്റും. കാരണം ഈ എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പൊ കുറച്ച് എനർജി തന്നെ മതി. അതുകൊണ്ട് അവിടെ പെയറിങ് ഇല്ല. Therefore NCERT ഒരു സെന്റൻസ് ഉണ്ട്, എന്ത്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആർ ജനറലി പെയറിങ് ഇല്ലാത്തത് എന്നല്ലേ. അതായത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. ആ ഒരു സെന്റൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി വന്നിട്ടുള്ളത് ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം വന്നത് ഈ ടോപ്പിക്. CFSE ബേസ്ഡ് ആയിട്ട് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കണ്ടുപിടിക്കുന്ന ചോദ്യം 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് അതെന്ത് ചെയ്യാം, നോക്കാം. ഓരോന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെ കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം പറയാം. എന്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, FeCN6 3- ആണെന്ന് വിചാരിച്ചു. എന്താ വിചാരിക്കണ്ടേ? FeCN6 3- എന്നുള്ളൊരു കോംപ്ലക്സ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചു. അപ്പൊ അവിടെ Feയുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചൂടെ? അത് നിങ്ങൾക്ക് അറിയണം. Fe3+ ആ കിട്ടുക. Fe3+ന്റെ കോൺഫിഗറേഷൻ എന്താ? 3d5 അല്ലേ? Fe3+ന്റെ കോൺഫിഗറേഷൻ എന്താ? 3d5 ആ. 3d5. ഇത് പിന്നെ നിങ്ങൾ നോക്കേണ്ട, CN സ്ട്രോങ് ആണോ വീക്ക് ആണോ? CN സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ്. സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് എന്ന് പറയുമ്പോൾ പെയറിങ് നടക്കും. പെയറിങ് നടക്കാനുള്ള കാരണം എന്തായിരിക്കും? ഈ എനർജി ഗ്യാപ്പ് കൂടുതലായത് കൊണ്ടാ. അപ്പൊ 5 ഇലക്ട്രോൺ എവിടെ ഉണ്ടാവുക? ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. നാലാമത്തെ ആൾക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റൂല, കാരണം ഇയാൾ സ്ട്രോങ് ഫീൽഡ് ലിഗൻഡാ. 4ഉം 5ഉം കൂടെ പെയർ ചെയ്തു. അപ്പൊ ഇയാളുടെ CFSE ഗ്യാപ്പ് എന്താണെന്ന് അറിയോ? നോക്കിക്കോ മക്കളെ, ഈ ഒരു ഗ്യാപ്പ് എത്രയാണെന്നറിയോ? 0.6 ഡെൽറ്റ O. ഈ ഒരു ഗ്യാപ്പ് എത്രയാണെന്നറിയോ? 0.4 ഡെൽറ്റ O. ഇത് മൊത്തത്തിൽ ഡെൽറ്റ O ആണെങ്കിൽ ആ ഡെൽറ്റ Oന്റെ 0.6 ഇത്രയുണ്ടാകും. അതായത് 3/5. ഇത് മൊത്തം ഡെൽറ്റ O ആണെങ്കിൽ അതിന്റെ 3/5 ആണ് ഈ ഭാഗം, അതിന്റെ 2/5 ആണ് ഈ ഭാഗം. 2/5 ആണ് 0.4. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ അല്ലേ? അപ്പൊ CFSE കണ്ടുപിടിക്കാൻ പോവാണേ. 5 × 5 എടാ, ഇയാളുടെ എത്ര എനർജി കുറയും? ഇത് താഴോട്ട് കുറയുക, ഇത് മുകളിലോട്ട് കൂടുക. താഴോട്ട് കുറയുക, അതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കണേ.
അപ്പൊ ഓരോന്നിന്റെയും 0.4. അപ്പൊ 5 ഇൻറ്റു മൈനസ് 0.4. അപ്പൊ എന്താ കിട്ടുക? -2 ആണ്. -2 ആണ് ഡെൽറ്റ ഒ കിട്ടുക. ഇതിന്റെ CFSE -2 ഡെൽറ്റ ഒ. ഓക്കെ. പിന്നെ പെയറിംഗും ഉണ്ട്. ഇവിടെ എത്ര പെയറിംഗ് ഉണ്ട് മക്കളെ? ഇവിടെ എത്ര പെയറിംഗ് ഉണ്ട്? ഇപ്പൊ 5 ഇലക്ട്രോൺ പെയറിംഗ് ഇല്ലെങ്കിൽ, അതായത് വീക്ക് ഫീൽഡ് ലിഗൻഡ് ആണെങ്കിൽ 1 2 3 4 5 ചെയ്യാം. സ്ട്രോങ് ആയതുകൊണ്ട് 2 ആള് പെയർ ചെയ്തു. അപ്പൊ അതിന്റെ കൂടെ 2 പെയറിംഗും കൂടെ എഴുതി വെക്കാം. അപ്പൊ CFS നോക്കുമ്പോൾ ഈ വാല്യൂ മാത്രം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ഇനിയിപ്പം 3D6 ആണെങ്കിലും ഇവിടെ 1 ഇലക്ട്രോണും കൂടി വരും. അപ്പൊ എന്താ ചെയ്യണ്ടേ? 6 ഇൻറ്റു -0.4 ചെയ്യണം. ഇനിയിപ്പം D7 ആണെങ്കിലും മുകളിലോട്ട് 1 ഇലക്ട്രോൺ വരും. അപ്പൊ ഇവിടെ മുകളിലോട്ടല്ലേ, കൂടെയല്ലേ, 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അപ്പൊ 1 ഇൻറ്റു 0.6 ഇതിന്റെ എഴുതി. അടുത്ത് ഇതിന്റെ എഴുതണം. അതെന്താ? +6 6 ഇലക്ട്രോൺ ഉണ്ട്. 6 ഇൻറ്റു -0.4. അപ്പൊ എന്താണ് കിട്ടുന്നത്? അത് എഴുതി വെച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് CFSE കാൽക്കുലേറ്റ് ചെയ്യുക? ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. നോക്കിക്കോ. ദ കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദി കോംപ്ലക്സ് ബേസ്ഡ് ഓൺ ഡെൽറ്റ ഒ വാല്യൂ എന്നല്ലേ നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഡെൽറ്റ ഒ കൂടുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുന്നു പഠിച്ചോ. CFSE ഗ്യാപ്പ് എത്രത്തോളം കൂടുന്നുണ്ടോ, ഡെൽറ്റ ഒ എത്രത്തോളം കൂടുന്നുണ്ടോ, അത്രത്തോളം സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് കൂടുമെന്ന് പഠിച്ചോ. അപ്പൊ നമ്മൾ ആദ്യം ഓരോന്ന് നോക്കാം. ഇത് MN ഓക്സിഡേഷൻ നമ്പർ ഞാൻ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? MN3+. MN3+ന്റെ കോൺഫിഗറേഷൻ 3D4 ആണ്. 3D4 എന്ന് പറയുമ്പോൾ എന്താ? അതായത് സ്ട്രോങ് ആണ്. ഇവരൊക്കെ CN ഒക്കെ സ്ട്രോങ് ഫീൽഡ് ആണ്. അപ്പൊ എന്തായാലും പെയറിംഗ് നടക്കുകയെ. അതുകൊണ്ട് T2G മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ EGയിലോട്ട് പോവുള്ളൂ. അപ്പൊ ഇവിടെ 4 ഇലക്ട്രോൺ ആകുമ്പോൾ T2Gയിൽ 4 കൊള്ളിക്കാല്ലേ. താഴെയുള്ളത് 1 2 3 4. അതാണ് T2G4 എന്ന് ഇവിടെ എഴുതി വെച്ചത്. അപ്പൊ താഴെയുള്ള ബോക്സിൽ 4 ഇലക്ട്രോൺ. താഴോട്ട് എത്ര എനർജിയാ കുറയുക? -0.4 അല്ലേ. 4 ഇലക്ട്രോൺ ഇല്ലേ. 4 ഇൻറ്റു -0.4 ചെയ്താൽ -1.6 കിട്ടും. അതേപോലെ ഇയാളുടെ കണ്ടുപിടിച്ചു. കൊബാൾട്ട് T2+ ആണ്. കൊബാൾട്ട് 2+ എന്ന് പറയുമ്പോൾ കൊബാൾട്ട് 3D7 ഫോറസ്റ്റും ആണ്. കൊബാൾട്ട് 2+ എന്ന് പറയുമ്പോൾ 3D7 ആണ്. 3D7 എന്ന് പറയുമ്പോൾ മക്കളെ നോക്കിക്കേ, സ്ട്രോങ് ആണ്. അപ്പൊ എങ്ങനെ 3D7 ഫില്ല് ചെയ്യുക? 1 2 3 4 5 മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം 7ാമത്തെ ഇലക്ട്രോൺ മുകളിലോട്ട് പോയാൽ മതി. അപ്പൊ എങ്ങനെ? താഴെ 6 ആൾക്കാർ. അപ്പൊ 6 ഇൻറ്റു -0.4 പ്ലസ് മുകളിൽ ഒരാളേ ഉള്ളൂ. 1 ഇൻറ്റു ഇത് മുകളിലോട്ട് എനർജി കൂടുക. അപ്പൊ 0+ മതി. മുകളിലോട്ട് പ്ലസും താഴോട്ട് മൈനസും എടുക്കണം. ഓക്കെ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. 6 ഇൻറ്റു -0.4 പ്ലസ് 1 ഇൻറ്റു 0.6. ഇനി അതേപോലെ Fe2+ഉം Fe3+ ഒക്കെ കണ്ടുപിടിക്കുക. Fe2+ 3D6 ആ. സ്ട്രോങ് ഫീൽഡ് ലിഗൻഡാ. T2G തന്നെ 6 ഇലക്ട്രോണും കൊള്ളിക്കാൻ പറ്റും. അപ്പൊ T2G 6 എഴുതി. താഴെ 6 ആൾക്കാരല്ലേ. അപ്പൊ 6 ഇൻറ്റു -0.4 -2.4 കിട്ടി. ഇനി Fe3+ 3D5 അല്ലേ, സ്ട്രോങ് ഫീൽഡ് അല്ലേ. താഴെ തന്നെ 5 ആളും കൊള്ളിക്കാൻ പറ്റും. T2G 5 ആ. 5 താഴെയാണ്. അപ്പൊ 5 ഇൻറ്റു -0.4. ഇതാണ് നോക്കിക്കേ. ഇത് മുകളിൽ 1 അതാണ് +1 ഇൻറ്റു 0.6. താഴെ 6 അതാണ് 6 ഇൻറ്റു -0.4. താഴെ ഉള്ളത് മൈനസ്, മുകളിലുള്ളത് പ്ലസ്. ഓക്കെ. ആ വാല്യൂയും കൂടി ബൈ ഹാർട്ട് ചെയ്യുക. -0.4 മുകളിലോട്ട് +0.6. അപ്പൊ ഇതെല്ലാ വാല്യൂ നോക്കുമ്പോൾ ഇത് ഏറ്റവും വാല്യൂ കൂടുതൽ ഏതാ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഏറ്റവും കുറവാന്ന് വിചാരിക്കും. കാരണം ഇത് മൈനസ് അല്ലേ. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഇതിന്റെ സൈനിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇതെന്താ? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്നാ, അല്ലെങ്കിൽ റിലീസിങ് എനർജി. ഇത്രയും എനർജി റിലീസ് ചെയ്തു എന്നാ. എനർജി റിലീസ് ചെയ്യുമ്പോഴല്ലടാ സ്റ്റെബിലിറ്റി കൂടുക. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ആർക്കാണോ ഈ CFSന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ അയാളാണ് മോർ സ്റ്റേബിൾ. അത്ര പഠിച്ചാൽ മതി. ഓക്കെ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ 1.6, ഇത് 1.8, ഇത് 2.4, ഇത് 2. മാഗ്നിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ 2.4 അല്ലേ. അപ്പൊ ഏറ്റവും CFSE മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ഈ മൂന്നാമത്തെ ആൾക്കല്ലേ, അതായത് Fe2+നല്ലേ, അതായത് ഈ മൂന്നാമത്തെ ആൾക്കാർ. അപ്പൊ ഏറ്റവും സ്റ്റേബിളും മൂന്നാമത്തെ ആളും. അങ്ങനത്തെ ഒറ്റ ഓപ്ഷൻ അതിലുള്ളൂ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? ഓപ്ഷൻ സി ആണ് എന്തായിട്ട് വരണ്ടേ? ആൻസർ ആയിട്ട് വരണ്ടേ. ഇതേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് CFSE ഡെൽറ്റ ഒ വിൽ ബി 0? ഞാൻ ഡയറക്റ്റ് ആൻസറിലോട്ട് പോവുകയാണ്. മക്കൾ ഓപ്ഷൻ ഡി നോക്കിക്കേടാ. ഓപ്ഷൻ ഡിയിൽ Feയുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. Fe3+ ആണ്. SCN വീക്ക് ഫീൽഡ് ലിഗൻഡാ. SCN എന്താണ്? വീക്ക് ഫീൽഡ് ലിഗൻഡാ. അപ്പൊ എങ്ങനെയായാലും നമ്മൾ ചെയ്യുക? വീക്ക് ഫീൽഡ് ലിഗൻഡ് അല്ലേ. അപ്പൊ 1 2 3 വീക്ക് ഫീൽഡ് ലിഗൻഡ് എന്ന് പറയുമ്പോൾ പെയറിംഗ് നടക്കൂല. എനർജി ഗ്യാപ്പ് കുറവായിരിക്കും. 4ാമത്തെ ആള് മുകളിലോട്ട് കയറി പോവും. 5ാമത്തെ ആളും മുകളിൽ തന്നെയാണ്. അങ്ങനെ Fe3+ന്റെ കോൺഫിഗറേഷൻ 3D5 ആണ്. അപ്പൊ ഇതിന്റെ എനർജി പറഞ്ഞേ, പെട്ടെന്ന് പറ. മുകളിൽ 2 ആൾക്കാർ. അപ്പൊ 2 ഇൻറ്റു 0.6 പ്ലസ്
താഴെ 3 ആൾക്കാർ 3 ഇൻറ്റു താഴെ -0.4 ഇതെന്താ കിട്ടുക? 0 അല്ല കിട്ടുക. അപ്പൊ ഡെൽറ്റ ഓഫ് 0 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നോക്കുക. ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്, ഈ CFSE ഗ്യാപ്പ്. ഈ CFSE ഗ്യാപ്പാണ് എല്ലാം പെയറിങ് നടക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. എടാ ചില സമയത്ത് ക്ലോറിൻ വരെ സ്ട്രോങ് ഫീൽഡ് ലിഗന്റ് ആയി. നിങ്ങൾ പൊതുവെ ക്ലോറിൻ സ്ട്രോങ് ആണോ വീക്കാണോ വീക്കാ പഠിച്ചേ. പക്ഷെ ചില സമയത്ത് ക്ലോറിൻ ആണെങ്കിൽ പോലും പെയറിങ് നടക്കുന്ന കേസ് ഉണ്ട്. കാരണം എന്താ? ചില സമയത്ത് ക്ലോറിൻ 4D സീരീസ് 5D സീരീസിന്റെ കൂടെയുള്ള മെറ്റൽ ആണെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന മെറ്റൽ പ്ലാറ്റിനം പല്ലേഡിയം ഒക്കെ ആണെങ്കിൽ അവിടെ വീക്ക് ഫീൽഡ് ലിഗന്റ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല, എല്ലാവരും സ്ട്രോങ് ലിഗന്റാ. കാരണം എന്താ? നിങ്ങൾ എടുക്കുന്ന മെറ്റൽ 3D അല്ലാത്ത 4Dയും 5D ഒക്കെ ആകുമ്പോൾ 3Dയിൽ നിന്നും 4Dയിലോട്ടും 4Dയിൽ നിന്നും 5Dയിലോട്ട് വരുമ്പം ആ CFSE ഗ്യാപ്പ് കൂടി വരും. CFSE ഗ്യാപ്പ് കൂടുമ്പം എന്തായാലും അതായത് 4ാമത്തെ ഇലക്ട്രോൺ മുകളിലോട്ട് കയറി പോകാൻ പെട്ടെന്ന് പറ്റില്ല. അത് 4ാമത്തെ ഇലക്ട്രോൺ താഴെ തന്നെ പെയർ ചെയ്യും. അതുകൊണ്ട് ലിഗന്റ് സ്ട്രെങ്ത് മാത്രമല്ല നോക്കുക, CFSE ഗ്യാപ്പ് നോക്കുന്നത് കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ഓക്സിഡേഷൻ നമ്പർ നോക്കാം. ഓക്സിഡേഷൻ നമ്പറിന്റെ മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണെങ്കിലൊക്കെ വീക്ക് ലിഗന്റ് ഇല്ല, എല്ലാവരും സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുക. കാരണം ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ആ എനർജി ഗ്യാപ്പ് കൂടി വരും. എനർജി ഗ്യാപ്പ് കൂടിയാൽ 4ാമത്തെ ആൾക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റില്ല, താഴെ തന്നെ പെയർ ചെയ്യും. അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ ആർക്കാണ്? CFSE കൂടിയാൽ മതി. CFSE കൂടാനുള്ള കുറച്ച് പോയിന്റുകൾ: ഒന്ന് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി മെറ്റൽ, ഒന്ന് സ്ട്രെങ്ത് ഓഫ് ദി ലിഗന്റ്, മറ്റൊന്ന് ജോമെട്രി. ടെട്രാഡിനേക്കാളും CFSE കൂടുതലായിരിക്കും ഒക്ടാഹെഡ്രലിന്. കാരണം എന്താ? ഒക്ടാഹെഡ്രൽ എന്താണോ അതിന്റെ 4/9 ആർക്കുള്ളൂ? ടെട്രാഹെഡ്രലിന് ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യാം? ആദ്യം നമുക്ക് നോക്കിക്കേ, ഓക്സിഡേഷൻ നമ്പർ നോക്കുമ്പോൾ ഇവിടെ കൊബാൾട്ട് 3+, ഇവിടെയും കൊബാൾട്ട് 3+. ഇവിടെ കൊബാൾട്ട് 2+, ഇവിടെയും കൊബാൾട്ട് 2+. അപ്പൊ 2+നേക്കാളും കൂടുതൽ 3+. അപ്പൊ ഇവിടെ 2 3+ ഉണ്ട്. അപ്പൊ നമ്മൾ സ്ട്രെങ്ത് ഓഫ് ലിഗന്റ് നോക്കുമ്പോഴോ NH3യേക്കാളും സ്ട്രെങ്ത് ആർക്കാ? EN-ന്. അപ്പൊ സ്ട്രെങ്ത് ഓഫ് ലിഗന്റ് EN-ന് കൂടുതലായതുകൊണ്ട് ഇവിടെ കൊബാൾട്ട് 3+ ആണ്, EN-ഉം ആണ്. ഇവിടെ കൊബാൾട്ട് 3+ ആണ്, NH3. അപ്പൊ എന്തായാലും NH3യേക്കാളും സ്ട്രോങ് EN ആയതുകൊണ്ട് ഇയാൾക്കാണ് CFSE കൂടുതൽ ഉണ്ടാവുക. ഉറപ്പിച്ചു. ഇത് രണ്ടും എങ്ങനെ നോക്കുക? ഇത് NH3, ഇത് NH3. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് 3+, ഇത് 2+. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ CFSE കൂടും. അതുകൊണ്ട് 2+നേക്കാളും കൂടുതൽ 3+നാണ്. ഇത് രണ്ടും എങ്ങനെ നോക്കുക? ഇതും 2+, ഇതും 2+. ഇതും NH3, ഇതും NH3. പക്ഷെ ഇത് 4 അല്ലേ? ടെട്രാഹെഡ്രല. ഇത് 6 അല്ലേ? ഒക്ടാഹെഡ്രല. ടെട്രാഹെഡ്രലിന്റെ CFSE ഒക്ടാഹെഡ്രലിന്റെ 4/9 ഉള്ളൂ, കുറവാ. അതുകൊണ്ട് ഏറ്റവും കുറവ് ടെട്രാഹെഡ്രലിനാ. പിന്നെ ഈ ഒരു ഓപ്ഷൻ. അപ്പൊ ഏത് ഓപ്ഷനാ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ ബി എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ഒരു തിയറി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു 6 to 7 അല്ലെങ്കിൽ 7 to 8 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഭാഗം നല്ലപോലെ പഠിക്കുക. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ നിങ്ങൾ അത് അറിയിക്കുക. വേറെ ഏത് ടോപ്പിക്കാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ എന്തെങ്കിലും എടുക്കാം. നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക ഏത് ടോപ്പിക്കാണ് ഇനി അടുത്ത വേണ്ടതെന്നൊക്കെ കേട്ടോ. നല്ലപോലെ പഠിക്കുക. വേറെ വീഡിയോയിൽ കാണാം.